അയ്യോ എന്റെ ദൈവമേ, കഞ്ഞി കളപ്പത്തിട്ടപ്പോഴേക്കും മനുഷ്യന്റെ പകുതി ജീവൻ അങ്ങാട് പോയി. കാലിനാണ് എന്തോ പ്രശ്നം. അപ്പൊ എങ്കൊച്ചിവിടെ ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു, വെറുതെ അതിനിട്ട് വഴക്ക് പറയുമായിരുന്നു. സ്വന്തം മകളൊരുത്തി അപ്പുറത്ത് കിടപ്പുണ്ട്, എന്തിനു കൊള്ള ഒരു പണി എടുക്കൂല അവള്. ഇതിലും നല്ലത് അവള് തന്നെയായിരുന്നു. ദൈവമേ, വന്നീര മഹാലക്ഷ്മി ആയിരുന്നു ഈശ്വര. സ്വന്തം വീടെത്തിയപ്പോ എന്തൊരാശ്വാസം. ഇനി ആ പെങ്കൊച്ചി എന്നിങ്ങാട് വരുമെന്നാവോ? എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കി ഒന്ന് വിളിച്ചു നോക്കിയാലാ? പാടില്ലെന്ന് പറയാം, വരാതിരിക്കൂല. എപ്പ വരുമെന്ന് ചോദിക്കാം. ഓ, ഈ നേരത്തെ ആരാണോ വിളിക്കണ? അയ്യോ, ഇവരെന്താ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോ തന്നെ വിളിക്കണ? ആ അമ്മേ. ആ മോളെ, മോളെത്തിയ അവിടെ? മോളെപ്പളാ എപ്പളാ വന്നേന്നാ? ഞാനതിനവിടെ നിങ്ങടെ എത്തിയിട്ട് 1 മണിക്കൂർ പോലും ആയില്ലല്ലോ. അതെ മോള് പോയപ്പോ തൊട്ട് അമ്മക്ക് എന്തോ ഭയങ്കര ഒരു വിഷമം പോലെ നെഞ്ചത്ത്. മോള് ഒന്ന് വരുവോ ഇങ്ങാട്? എപ്പ തൊട്ട് അമ്മക്ക് എന്നെ കാണാണ്ടിരിക്കാൻ പറ്റാതായി തുടങ്ങിയത്? മകളെ പുകഴ്ത്തി പറയലായിരുന്നല്ലോ ഇത്ര നാൾ. എന്തേ അവൾ അടുക്കളയിലൊന്നും കേറല്ലേ? അല്ല, അവള് പണിയൊക്കെ എടുക്കണ്ട്, പച്ചക്കറി അരി അവിടെ പച്ചക്കറി അരിയാണ് അവള്. അമ്മക്ക് മോളെ കാണാൻ പറ്റാത്തോണ്ട്. എന്റെ പൊന്നമ്മേ, അവളെ കുറിച്ച് എന്നോടത്ത് പറഞ്ഞ് പഠിപ്പിച്ചു തരല്ലേട്ടാ. അമ്മക്കിപ്പൊ അടുക്കളയെ പണിയെടുക്കാൻ വയ്യ. ഞാനിപ്പോ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മക്കും സുഖമായിട്ട് മകളുടെ കൂടെ അങ്ങ് മാറിയിരിക്കാം, നിങ്ങക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ഞാൻ വരില്ല അമ്മേ, ഞാൻ ഇനി ഒരാഴ്ച എന്റെ വീട്ടിൽ നിന്നിട്ടേ ഞാൻ അങ്ങോട്ട് വരണുള്ളൂ. ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണാ? അവനെ വിളിച്ച് അറിഞ്ഞ? അവന്റെ ഭക്ഷണം ക്രമീകരണം നമ്മക്ക് വശമില്ലല്ലോ മോനപ്പൊ വന്നെയാണെങ്കിൽ അവന്റെ കാര്യം നോക്കൂല. ഇപ്പൊ അമ്മക്ക് അവിടെ കൂട്ടായല്ല. നേരത്തെ അമ്മക്ക് ആരും ഇല്ലെന്ന് ഓർത്തോണ്ടിട്ടാണ് ഞാൻ ചേട്ടടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടടുത്ത് നേരെ ഇങ്ങോട്ട് വരാൻ. അമ്മ ഇനി ചേട്ടയുടെ ഫുഡിന്റെ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് ശരിയായിട്ടിരിക്കട്ടോ. എന്നാ ശരി അമ്മ, എന്നാ ഞാൻ എന്നെ അമ്മ വിളിക്കണ്ട അവിടെ വെച്ചോട്ടാ. അയ്യോ വെക്കല്ലേ മോളെ. അതെ, അങ്ങനെ തന്നെ വേണം. മകളെ പറ്റി എന്തൊക്കെയായിരുന്നു പൊക്കി പറയണ്. മകൾ അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പൊ ഞാനില്ലാത്തതിന്റെ കുറവർക്കോടെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ദിവസം അങ്ങനെ നിക്കട്ടെ, എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോണല്ലേ. ഏറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരോളെന്നാ പറയണത്. അമ്മ ഒരാഴ്ച പണിയെടുത്ത് കൊണ്ട് ചാവും. ഇനി ഈ പെണ്ണെന്ന് പോകുമെന്നാവോ? എടി മോളെ, എടി എണീക്കടി നമ്മുടെ മോളെ. എടി മോളെ മോനെ ഒന്ന് എണീറ്റ് ഒന്ന് അടുക്കള വന്ന് അമ്മേനെ ഒന്ന് സഹായിക്കും മോനെ. എന്താ ഒന്ന് ഉറങ്ങട്ടെ ഒന്ന് മനുഷ്യൻ. അവിടെ ഉറങ്ങാൻ പറ്റൂല, ഇവിടെ ഒന്നും ഉറക്കയില്ല. അമ്മ കഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഇനി ആ പച്ചക്കറി ഒന്ന് അരിയണം, മീനും വെട്ടണം. മോനൊന്ന് അങ്ങാട് വാ. ആര് വരാൻ? പണിയെടുത്ത് ചാവും ഞാൻ.